ഹലോ, നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയാണല്ലേ സ്ട്രെസ്സ്, എസ്പെഷ്യലി വർക്ക് സ്ട്രെസ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സ്ട്രെസ്സിനെ കുറിച്ചിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കണ്ടാലോ? ഹായ്, എൻ്റെ പേര് അഖിലാർ കൃഷ്ണ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഇൻസൈറ്റ് നായർസ് ഹോസ്പിറ്റൽ കൊച്ചി. ഞാൻ ഡോക്ടർ പീസ് ജോസ്, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, നായർസ് ഹോസ്പിറ്റൽ കൊച്ചി. എന്താണ് ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ആ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന എന്തിനെ നമുക്ക് സ്ട്രെസ്സായിട്ട് വിശേഷിപ്പിക്കാം. സ്ട്രെസ് എപ്പോഴും മോശമാകണമെന്നൊരു നിർബന്ധമില്ല, അല്ലേ? അതെ, സ്ട്രെസ് എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് ഹെൽപ്ഫുള്ളും ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നാളെ നമുക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അത് ഒരു മിനിമം ക്വാണ്ടിറ്റിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് സ്ട്രെസ്സിന് 3 സ്റ്റേജസ് ഉണ്ട്: അലാം സ്റ്റേജ്, റെസിസ്റ്റൻസ്, എക്സോഷൻ. അലാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? ഒരു സ്ട്രെസ്സ് വരുന്നു, ഉദാഹരണത്തിന് എക്സാമ്പിൾ ആസ് യു സെഡ്, ഒരു എക്സാമ്പിൾ ഒരു സ്ട്രെസ്സ് വരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എനർജി നന്നായിട്ട് വേണം, അതിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആകുന്നു, ഇൻസ്റ്റൻറ്റേനിയസ് എനർജി കിട്ടുന്നു. പക്ഷെ അത് ആ സമയത്ത് നമുക്ക് നമ്മുടെ പാൽപിറ്റേഷൻസ് ഉണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, BP ഇച്ചിരി എലിവേറ്റഡ് ആയിരിക്കും. അതാണ് അലാം സ്റ്റേജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, മാക്സിമം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതായത് ഈ ഒരു അലാം റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി പ്രൊലോങ് ചെയ്യുമ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ഉൾക്കൊള്ളാവുന്നതിനേക്കാളും അധികം ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ദേഷ്യം, നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഉറക്കത്തിന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിലാണ്, റെസിസ്റ്റൻസ് സ്റ്റേജിലാണ്. എല്ലാത്തിനും ഒരു മടുപ്പ് വരത്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും പൊരുതി മടുത്ത് ഒരു എക്സോഷൻ അഥവാ ബേൺ ഔട്ട് സ്റ്റേജിലേക്ക് പോകും. അതാണ് എക്സോഷൻ സ്റ്റേജ്. അതിലേക്ക് നമ്മുടെ ഒരു പേഷ്യൻ്റ് ഓർമ്മയുണ്ടോ? ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിയ എന്ന് പറയാം. റിമെമ്പർ, മറ്റേ ആ ഒരു കാഷ്വാലിറ്റി എന്ന് റെഫറിൽ വന്ന പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്തത് ചെസ്റ്റ് പെയിൻ, പാൽപിറ്റേഷൻസ്, ഒരു ഹെവിനെസ് ഒക്കെ ആയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രൈവറ്റ് ഫേമിലായിരുന്നു അല്ലേ വർക്ക് ചെയ്തിരുന്നത്. അതെ, അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ ഒരു സിംറ്റംസ് പ്രസൻറ്റേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെയാണോ പാനിക് അറ്റാക്ക് വരിക എന്നൊക്കെ നമുക്ക് തോന്നുമല്ലേ? പാനിക് അറ്റാക്ക് ആയിരുന്നു, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സിംറ്റംസ് പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലെ തോന്നും. അതെന്താ അങ്ങനെ? നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അഡ്രിനർജിക് സിസ്റ്റം, അതുപോലെ സ്ട്രെസ് ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആകും. അത് ആക്ടിവേറ്റഡ് ആകുമ്പം ഹാർട്ട് റേറ്റ് കൂടും, BP കൂടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹെവിനെസ് ഓഫ് ചെസ്റ്റും ഒരു ചെസ്റ്റ് പെയിൻ പോലെ ആയിരിക്കും പ്രസൻറ്റേഷൻ. ഇപ്പം ഈ പറഞ്ഞ പ്രിയ എന്നെ പറ്റി പറയുമ്പോൾ ആളുടെ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി പറയുവാണെങ്കിൽ IT ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുമായിരുന്നു. കുറച്ച് നാളായിട്ട് കുറച്ച് ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരുന്നു, അല്ലേ? അതെ, കുറച്ച് ദിവസമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാര്യമാക്കാതെ ആ ഒരു പ്രൊലോങ്ഡ് സ്ട്രെസ്സുമായിട്ട് കുറേ കാലം മുന്നോട്ട് പോയി. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസും കഴിഞ്ഞ് എക്സോഷനിലേക്ക് എത്തി കംപ്ലീറ്റ്ലി ബേൺ ഔട്ടായി ഒരു പാനിക് അറ്റാക്ക് വന്നതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, ഹെൽപ്പ് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഒരു എക്സോഷൻ ലെവൽ എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തിയതിന് ശേഷം ഹെൽപ്പ് സീക്കുമ്പോൾ നമുക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. യു ആർ റൈറ്റ്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് രണ്ടാഴ്ച മുന്നേ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ, അല്ലേ? നമുക്ക് വീൽ ജസ്റ്റ് ഷെയർ വിത്ത് അവർ വ്യൂവേഴ്സ് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റിനെ സൈക്യാട്രിസ്റ്റിൻ്റെ അപ്രോച്ച് ഇങ്ങനത്തെ ഒരു സ്ട്രെസ് റിലേറ്റഡ് സിറ്റുവേഷൻ. അതിന് മുന്നേ വൈ ഡസ് ദിസ് ഹാപ്പൻ? ഈ സ്ട്രെസ്സ് എല്ലാവർക്കും ഉള്ളതാണോ? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. വാട്ട് ഡു യു ഫീൽ? പല രീതിയിലുള്ള കാരണങ്ങളായിരിക്കാം. ഒന്ന് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പ്രിയയുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയില്ലേ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയൊക്കെ എപ്പോഴും ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അയ്യോ അത് ചെയ്തോ, അയ്യോ ഇത് ചെയ്തോ എന്നുള്ള രീതിയിൽ എപ്പോഴും വെറീഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അത് കണ്ടിട്ടാണ് പഠിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും കുറച്ച് ആൻസൈറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും കൂടുതൽ ഈ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്, വർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്ക് ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെ വേറെന്തൊക്കെ കാരണങ്ങളാണ്? പിന്നെ ഈ പറഞ്ഞ പോലെ ജെനറ്റിക് പ്രീഡിസ്പൊസിഷൻ, നമുക്ക് പാരമ്പര്യമായ മിക്ക അസുഖങ്ങളെയും പോലെ ആൻസൈറ്റിക്കും ഉണ്ട്, ഒരു പാരമ്പര്യത്തിൻ്റെ അംശം ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പേഴ്സണാലിറ്റി ടൈപ്പ്.
നമുക്കെല്ലാവർക്കും വ്യക്തിഗതമായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഓരോ പേഴ്സണാലിറ്റീസും സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് രീതികളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റീസ്, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ പേഴ്സണാലിറ്റി ടൈപ്സ് അവരെപ്പോഴും സ്ട്രെസ്സിനോട് കുറച്ചും കൂടെ പ്രോൺ ആയിരിക്കും. അത് സ്ട്രെസ്സേഴ്സ് വരുമ്പം ആങ്ഷ്യസ് ആവാനും ഒരു ആങ്സൈറ്റി ഡിസോർഡറിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുപോലെ അനാൻകാസ്റ്റിക് പേഴ്സണാലിറ്റീസ് അഥവാ OCPD എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേഴ്സണാലിറ്റീസിന്. ഇനി നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നും കൂടെ ഒന്ന് പറയാം അല്ലേ? ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് ഈസ് ദ നെഗറ്റീവ് തോട്ട്സ്. അതായത് പലപ്പോഴും ഇതിനെയൊക്കെ ട്രിഗർ ചെയ്യുന്നത് പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ഇപ്പം ഐ എം എ ഫെയിലിയർ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെയൊക്കെ റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുന്നത് തെറപ്യൂട്ടിക് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒന്നെങ്കിൽ ഒരു 1 മിനിറ്റിൽ താഴെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും, ചെറുതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 20-24 മിനിറ്റ്സ് ഒക്കെ ലോങ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും. അപ്പോൾ നമുക്കതിലൊരു ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് നോക്കിയാലോ? അപ്പോൾ നമുക്കൊന്ന് ഡെമോ ഇത് നോക്കിയാലോ? ഞാനാണോ മോഡൽ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നതിന് ശേഷം ഒരു 4 സെക്കൻഡ്സ് ഇൻഹേൽ ചെയ്യുക. യു ക്യാൻ കൗണ്ട് 1, അങ്ങനെ മൈൻഡിലൊരു 4 സെക്കൻഡ്സ്. കണ്ണ് അടച്ചിട്ടാണോ? വേണ്ട, കണ്ണ് തുറന്നിട്ട്, വിച്ചെവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു. 4 സെക്കൻഡ്സ് ഇൻഹേൽ ചെയ്യുക. അതിനുശേഷം ഹോൾഡ് ചെയ്യുക ഒരു 7 സെക്കൻഡ്സ്. അതിനുശേഷം 8 സെക്കൻഡ്സിൽ സ്ലോലി യു ക്യാൻ എക്സേൽ. അതെ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രീതിങ് എക്സസൈസ് ആണ്. പലപ്പോഴും പേഷ്യൻസ് പറയും യോഗ ടീച്ചർ മൂക്കിക്കൂടെ എടുക്കാൻ പറഞ്ഞു, വായിക്കൂടെ വിടാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ വലിയ ശതമാനം ആളുകൾക്ക് മൗത്തിലൂടെ എക്സൈൽ ചെയ്യുന്ന സമയത്താണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളിത് പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞു വിടും, അവരിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പാനിക് അറ്റാക്ക് ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാം നമ്മളിതിന് ട്രിഗർ ചെയ്യുന്നത് പോലെ. കാരണം ബ്രെത്ത്ലെസ്നെസ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുക എന്നൊക്കെ പറയുന്നത് ആൻസൈറ്റിയുടെ ഒരു സിംറ്റം ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യാൻ നമുക്ക് അതേ സിംറ്റംസ് വരാനുള്ള സാധ്യതയും കൂടുതലാവുകയും ചെയ്യും. അപ്പം നമ്മൾ പീസ് ഡോക്ടർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതുപോലെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഒരു പ്രാവശ്യമല്ല, ഒരു 5 to 10 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് രാവിലെയും പിന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപും ഇതേപോലെ ഒരു 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇനി ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് യുവർ മെത്തേഡ്? ഐ വുഡ് സേ ആദ്യം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ സ്ട്രെസ്സേഴ്സിനെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതെ ഒഴിവാക്കാൻ, വല്ലവൻ്റെയും വെയിലേക്ക് കിടക്കുന്ന പാമ്പെന്ന് പറയുന്ന പോലെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കി വിടുക. നെക്സ്റ്റ് തിങ് ഐ വുഡ് സജസ്റ്റ് ഈ ബിഹേവിയറൽ മെത്തേഡ്സ് ആസ് യു സെഡ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി പോലത്തെയൊക്കെ ബിഹേവിയറൽ മെത്തേഡ്സ് ട്രൈ ചെയ്യുക എന്നുള്ളത്. മെഡിക്കേഷൻസിന് ഇവിടെ റോളുണ്ട്. നമ്മളെപ്പോഴും സൈക്കാട്രിക് മെഡിക്കേഷൻസിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മെഡിക്കേഷൻസിൻ്റെ റോള് പറഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പം നിങ്ങളുടെ ഉറക്കത്തിനോ അല്ലെങ്കിൽ വിശപ്പിനോ അതുപോലത്തെ ബയോളജിക്കൽ ഫങ്ഷൻസിന് ഒരു ഇൻട്രപ്ഷൻ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിൻ്റെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ വല്ലാതെ ബാധിക്കുവാണ്, സ്ഥിരമായിട്ട് ലീവുകൾ എടുക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈവൻ ജോബ് ലോസ് വരുന്നൊരവസ്ഥ, അത്രയും മോശപ്പെട്ട ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് പോകുവാണ്. അങ്ങനെയൊക്കെ വരുവാണെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കേഷൻസ് എടുക്കുന്നത് വാറൻറ്റഡ് ആണ്. എടുത്തോളൂ എന്നുള്ളതല്ല, എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആങ്സിയോലൈറ്റിക്സ് ക്ലാസ്സിലുള്ള ബെൻസോഡൈസപ്പീൻസ് പോലത്തെയുള്ള ആങ്സിയോലൈറ്റിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസ്, ഓൾസോ ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുന്ന ക്ലാസ് ഓഫ് മെഡിക്കേഷൻസ്. ഈ 2 ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസ് റിലേറ്റീവ്ലി നമുക്ക് ഒരു വലിയൊരു സൈഡ് എഫക്റ്റ് പ്രൊഫൈലൊന്നും ഇല്ലാത്ത തരം മെഡിക്കേഷൻസ് ആണ്. മെഡിക്കേഷൻസും നമുക്ക് അഡ്വൈസ് ചെയ്യാം. എപ്പോഴും ഒരു ജോയിൻ്റ് അപ്രോച്ച്, അതായത് ഒരു സോഷ്യൽ സപ്പോർട്ടോടുകൂടെ അവരുടെ സ്ട്രെസ്സേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടെ അവരുടെ സ്വന്തം പേഴ്സണാലിറ്റീനെ ആണെങ്കിലും അവരുടെ സ്വന്തം സ്ട്രെസ് ടോളറൻസ് ലെവൽസിനെ ആണെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുന്നു. ഇതൊക്കെയായിരിക്കും ഐ വുഡ് അഡ്വൈസ്. അതെ, ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡലിൽ എപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി പേഷ്യൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള. അതായത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് മെഡിക്കേഷൻസ്, അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള തെറപ്പി, പിന്നെ നമ്മുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം, അങ്ങനത്തെ സ്ട്രെസ്സേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ സ്ട്രെസ്സ്, അതേപോലെ ആൻസൈറ്റി ഇഷ്യൂസൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു.